കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു ഡ്രിങ്കായ കോൾഡ് ചോക്കോ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. കോൾഡ് ചോക്കോ മിൽക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓണാക്കി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഈ പഞ്ചസാര മെൽറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനിയിപ്പോൾ മധുരം അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര മൊത്തം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് പാല് തിളപ്പിച്ചെടുക്കണം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കൊക്കോ പൗഡറും കോൺഫ്ലോറും ഉപയോഗിച്ച് ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ കട്ടയുണ്ടെങ്കിൽ തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മൊത്തം കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊക്കോ സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇവ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യണം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. തീ കൂട്ടി വെക്കണ്ട കേട്ടോ, ചെറുതീയിൽ തന്നെ കുറുക്കിയെടുക്കാം. തീ കൂട്ടി വെച്ചാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വന്നോളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് തീരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ മെൽറ്റായി കിട്ടും. ഇനി ഇവ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കണം. ചൂടുള്ള മിക്സിലേക്ക് ചോക്ലേറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ മെൽറ്റായി കിട്ടിക്കൊള്ളും. ഇനി നമുക്ക് ഇവയുടെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം കുറച്ച് ഐസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഐസ് ക്യൂബ്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ പകുതിക്ക് താഴെ വരെ ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്കോ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഇനി ഇവ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്